ഈ കേരളത്തിൽ 10 കണക്കിന് ഹോസ്പിറ്റൽ പണിയുണ്ട്. ഇത് നല്ലൊരു ഡോക്ടേഴ്സിനെയോ ഒരു പോലീസ് സർജനെയോ ഹോസ്പിറ്റലെ ഈ കൊല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു മനുഷ്യർ ഈ ഒരു അവസ്ഥ വരുവാന്ന് എന്തോ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട്. ഡോക്ടർ ബോഡി കണ്ടിട്ടില്ല, ഫ്രീസറിൽ ഇറക്കില്ല, പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല, ഒന്നിച്ചില്ല. അതിനെപ്പെട്ട് ഡോക്ടറെ പേര് ഇരുന്നുകൊണ്ട് താഴോട്ട് പറയാണ് അത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട, അതങ്ങ് പാരിപ്പള്ളി വിട്ടേക്കാൻ. അതെന്തുവാണ്? ഈ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ ഹോസ്പിറ്റൽ വെച്ചേക്കുന്നത്, അല്ലാതെ ഇവിടെയുള്ള ക്യാഷുകാർ ഉള്ളവർക്കല്ല വേണ്ടിയിട്ടല്ല. ഇത് സാധാരണ ഒരു പാവപ്പെട്ട ഒരു ആട്ടോ തൊഴിലാളിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ഇടമൺ 34 ചീനിവിള വീട്ടിൽ അനിൽകുമാറിന്റെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. മൃതദേഹം ഏറ്റെടുക്കാനായി ബന്ധുക്കളും നാട്ടുകാരും എത്തിയപ്പോഴാണ് പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ ചെയ്യാൻ കഴിയില്ലെന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നും സൂപ്രണ്ട് അറിയിച്ചത്. എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൂട്ടാക്കാത്തതിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തിയതോടെ വലിയ തർക്കമുണ്ടാവുകയും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ അവരുടെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധുക്കളോ നാട്ടുകാരോ ആരെങ്കിലും സംശയം പറയണം. ഇത് പോലീസിൽ പറഞ്ഞിട്ടില്ല, ഡോക്ടർമാരോട് പറഞ്ഞിട്ടില്ല, യാതൊന്നുമില്ല. ഈ മരിച്ചാക്കു യാതൊരു മുറിവുമില്ല, യാതൊന്നുമില്ല. ഒന്നുമില്ലാത്തടത്തും ഇത്തരം നിരുത്തരപരമായ മര്യാദകൾ കാണിക്കുന്ന ഈ ഡോക്ടർമാരെ സംബന്ധിച്ച് അതിനാവശ്യമായ നിയമ നടപടി ഉണ്ടാകണം. ഞങ്ങൾ അതിന്റെ നടപടിയായി മുന്നോട്ട് പോവുകയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർ ഇല്ലാത്തതാണ് പുറത്തേക്ക് റെഫർ ചെയ്യാൻ കാരണമെന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.